ജീവനുണ്ടോ മീന്? മാഡം, ഹലോ മാഡം. യാഷിയും അച്ചാച്ചനും തമ്മില് തല്ലുണ്ടായി. ഇവിടെ ഒരു ബിഗ് ബോസ് ഹൗസായി മാറി. ഇറ്റ് ഈസ് യാഷി അഗെയിൻസ്റ്റ് ദ ഹോൾ ഹൗസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കൊരട്ടി പെരുന്നാൾ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇതേ ശനിയാഴ്ച രാത്രി തൊട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങാണ്. ഡ്യൂട്ടിയിൽ നിന്ന് നേരത്തെ ഇറങ്ങി ചിക്കൻ കറിയും കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത് കൊരട്ടി പെരുന്നാൾ നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ സ്വന്തം ഫിഷ് ഫാമില് ഞങ്ങൾ ഇതിനെ ബ്രാൽ എന്നാണ് പറയുന്നത്. ഇവിടെ വരാലെന്നാ പറയുന്നുള്ളൂ. ജീവനുണ്ടോ മീന്? ഇത് എത്ര കിലോ ഉണ്ട് ഒരു മീൻ? 900 കിലോ. 938. ഓക്കെ അല്ലെ. ജീവൻ ചത്തോല അഭിനയിക്കണോ? മമ്മി കരയണു. മമ്മി തീറ്റ കൊല്ലാനായിട്ട്. മമ്മി തീറ്റ കൊടുത്ത മീനിനെ കൊല്ലം മമ്മിക്ക് തന്നെ സങ്കടം. ഇന്ന് രാത്രി ഇറങ്ങുമോ? അത് കാരണം ഇതൊന്ന് കേറി വരുമ്പോ തന്നെ തർക്കം. ബേബി ഇവരെന്താ ചെയ്യണേ? ബേബി എന്താ ഒരു ബഹളം ഉണ്ടാക്കണേ? ഹായ്. അവന്റെ അപ്പനും അമ്മയും വന്നപ്പോ ഫോണൊക്കെ തന്നെ മാറ്റി വെച്ച് നല്ല കുട്ടികളായി അമ്മയെ സ്വീകരിക്കാൻ. വൺ ഗെയിമായിരുന്നു വന്നപ്പോ തൊട്ട്. അമ്മ വന്നപ്പോ എല്ലാം മാറ്റി വെച്ച് വന്നു. ബേബിയുടെ ഡാഡ അപ്പാപ്പന്റെ ഗിഫ്റ്റ് പെരുന്നാൾക്ക് നേർച്ചിടാനാ. താങ്ക് യു എന്ന് പറ. എന്തിനാ പൈസ ബേബിക്ക്? അമ്മയ്ക്ക് തരോ? അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു തരോ? വീഡിയോയില് കിട്ടോ? എന്താ മമ്മി എന്താ പറഞ്ഞ? എന്താണ് ഈ കാറിൽ കാണണേ? ഡിച്ച കുടുംബം മൊത്തം ഒരു I-20 കൊരട്ടിപ്പള്ളിയിലേക്ക്. ബേബി അതന്നെ ഞാൻ പറഞ്ഞ. ഞാൻ പണ്ട് 6 പേര് സുഖമായിട്ട് കയറി പണ്ട് ചെറുതായിരുന്നു. ഇപ്പൊ മമ്മി ഉണ്ട് തോറില്ല. ഇതിപ്പോ അങ്ങോട്ട് കടന്നു പോയല്ലോ. പ്രാർത്ഥിക്കാം. നമുക്ക് ഇതില് പ്രാർത്ഥിക്കണം അറിയോ? തമ്പാച്ച നല്ല ആരോഗ്യം നന്ദി പറയണം കേട്ടാ. വരാതെ കാത്തോളിന് നന്ദി. ഡാഡിനെ മമ്മീനെ കാത്തോളിനെ, കിട്ടി ബേബിനെ കാത്തോളിനെ കേട്ടാ. കേട്ടോടി. ബേബിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനൊന്നും ക്ഷമയില്ല കേട്ടാ. ബേബിയുടെ കണ്ണുകൾ ഇവിടെയാണ്. ചേട്ടാ അത് വേണം. ബേബി എന്തതൊക്കെ? ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും
ഇത് ബാക്കല്ലേ? അല്ലാന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളിയുടെ അകത്തേക്ക് കയറാനുള്ള സ്ഥലമില്ല. കാക്കു സക്സസ്ഫുള്ളി കയറി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പിന്നെ പെട്ടെന്ന് കൊറേ സമയം ഉണ്ടായ പോലെ കുർബാന. രൂപപുര എന്ന് പറയുമ്പോ എന്താ? യേശുവിന്റെ രൂപമുണ്ട്. യേശുവിന്റെ രൂപം. ബേബി ബേബീനെ ഇവിടെ വെച്ചാലോ? ബേബി പ്രശ്നമല്ല. വെയിലുണ്ടെങ്കിൽ കണ്ണുറക്കാൻ പറ്റുന്നു. ബേബിയുടെ ഉണ്ണിയമ്മ വന്നാ ഓടി. എന്ത് പറ്റിന്നോ? എനിക്കോ? ഞങ്ങള് കൊച്ചിന്റെ വെയിറ്റിന് തുലാപാടി വെച്ച് 15 കിലോ. സൂപ്പറായിട്ട് പള്ളി കുറച്ച് കാശ് ഉണ്ടായിരുന്നു. കാശ് കൊടുക്കാം. അവിടെ ചെയ്യണമെങ്കിൽ എന്തോ മനുഷ്യൻ നമ്മുടെ വെക്കി. അമ്മ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ. ഇത് വാങ്ങിക്കണ്ട. ആരും പറ. അപ്പൊ 500 കിട്ടും. ഇത് മേടിച്ചു നോക്കാം. സമാധാനം വേണ്ടേ? ഹായ്.
ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ കേട്ടോ. അയ്യേ മതി കഴിഞ്ഞിട്ട് പഴയ തോക്ക് അതെനിക്ക് വേണം ഇഷ്ടപ്പെട്ടു. കൊച്ചിന്റെ പേരില് ചേട്ടനാണ് തോക്ക് മേടിക്കുന്നത്, അതെനിക്കറിയാം. തോക്ക് ഇപ്പൊ ഒരു വികാരമാണ്. എസ് ഇവിടെ ഒരു കുടില് കെട്ടി താമസിക്കാൻ പ്ലാൻ ഈ കൊരട്ടിപ്പള്ളിയില്. ഇങ്ങനെ പറക്കി പറക്കിയെടുക്കുക. കൊരട്ടിപ്പള്ളിയിൽ വരുന്ന വരെ ബേബി, കൊരട്ടിപ്പള്ളിയിൽ വന്നതിന് ശേഷം ബേബി ഒരു പ്രമാണിയായി റിച്ചായി മാറിയില്ല. ഇത് ആര് മുതലാളി? ഹലോ മാഡം, ഹലോ മാഡം. ആര് വന്ന ബേബി? വെള്ള സാരി ഒക്കെ എടുത്തിട്ടല്ലോ. കൊള്ളാലോ. കൊറേ വളിയുണ്ടില്ല. ഈശോയെന്തത് കൊടുക്ക ബേബി. പറഞ്ഞോ. നിയമവിരുദ്ധമായ ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കുറുമ്പത്തി ഹാപ്പി ബർത്ത്ഡേ. എവിടെ ഗിഫ്റ്റ്? കുറുമ്പത്തി ഇതെന്തത്? നല്ല ഭംഗിയുണ്ടെയാണ്. നോക്കിയേ കാണിച്ചോണ്ട് പോയിട്ടാ ഹലോ ഗൈസ്, സ്മാൽ ചേച്ചിയുടെയാ. മേക്കപ്പ് ഇട്ടില്ലേ? എന്തിട്ടാ കയ്യില് ഡ്രസ്സാ? ഓ, അവര് പള്ളിയിൽ പോയി. ഹലോ ഹലോ പറഞ്ഞ് കയറണം. ഇതിന്റെ അത് നോക്കിയിരിക്കട്ടോ വിളിച്ചപ്പ ആണോ? എന്തുണ്ട് വിശേഷം? ആർക്കാ പ്ലേറ്റ് ഇട്ടത്? പ്ലേറ്റ്
കഴിച്ചു. ഹാൻഡ്സപ്പ് പറയണ കേട്ടോ. അച്ചാച്ച എന്താ ജിംനാസ്റ്റ് ബാഹുബലി അവള് ചോദിക്കും യാശി എന്താടി? അങ്ങനെ കൊരട്ടി പെരുന്നാൾ കഴിഞ്ഞു. കലാശക്കൊട്ടായിട്ട് യാഷിയും അച്ചാച്ചനും തമ്മില് തല്ലുണ്ടായി. ഇവിടെ ഒരു ബിഗ് ബോസ് ഹൗസായി മാറി. ഇറ്റ് ഈസ് യാഷി അഗെയിൻസ്റ്റ് ദ ഹോൾ ഹൗസ്. ഞാൻ ചോദിച്ചു, അവള് കരഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ടില്ല, അതാ പറഞ്ഞ യാഷി അഗെയിൻസ്റ്റ് ദ ഹോൾ ഹൗസ്. നീ തോറ്റി. നമ്മളിപ്പത്തെ കളി കളിക്കുന്നത്. നീ 5 വർഷം കഴിഞ്ഞുള്ള കാര്യം പറയല്ലേ? യാഷി ഭീഷണി കണ്ടില്ലേ? ഇറ്റ് ഈസ് ദ ഹൗസ്. യാഷി വേഴ്സസ് ഹോൾ ഹൗസ്. ഐസ്ക്രീം തരട്ടെ? നിന്റെ ചൂട് കുറയ്ക്കാൻ ഇച്ചിരി ഐസ്ക്രീം തരട്ടെ? ഐസ്ക്രീം